നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വാർത്ത, പെരിയ കേസിൽ ശിക്ഷ വിധിച്ച് CBI കോടതി. ഇരട്ടക്കൊലയ്ക്ക് ഇരട്ട ജീവപര്യന്തം. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം തടവ് എന്നുള്ള വാർത്തയാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കൃപേഷും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ വിഷയത്തിൽ 10 പേർക്കാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം നൽകിയിട്ടുള്ളത്. മുൻ MLA ആയ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 പേർക്ക് 5 വർഷം തടവും ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത. ജീവപര്യന്തം ലഭിച്ചത് A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിജിൻ കല്യോട്, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ് വെള്ളുത്തോളി, T. രഞ്ജിത്ത്, A. സുരേന്ദ്രൻ തുടങ്ങിയ ആളുകൾക്ക് 10 പേർക്ക് ജീവപര്യന്തം, 4 പേർക്ക് 5 വർഷം തടവ്. അതിൽ K. മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, വെളുത്തുള്ളി രാഘവൻ, KV ഭാസ്കരൻ അടക്കമുള്ളവർക്കാണ് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ന് മാതൃഭൂമി ഈ വാർത്ത നൽകുമ്പോൾ ഇതിൽ 2 പ്രധാനപ്പെട്ട മുഖങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, CBI കോടതി ശിക്ഷ വിധിച്ചത് പറയുമ്പോൾ കോടതി പരിസരത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ശരത്ലാലിൻ്റെ അമ്മ ലതയുടെ ചിത്രവും, വലതുഭാഗത്ത് വിധികാത്ത് കണ്ണീരോടെ കല്യോട്ടെ സ്മൃതി കുടീരത്തിനരികെ ഇരിക്കുന്ന കൃപേഷിൻ്റെ അമ്മ ബാലാമണിയുടെയും ചിത്രമാണ് ഈ വാർത്തയുടെ ഇടതും വലതുമായി നിറകണ്ണുകളോടിരിക്കുന്നതായി നൽകിയിരിക്കുന്നത്. 2 കുടുംബങ്ങളും വിധിയിൽ തൃപ്തരല്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഉയർന്ന കോടതികളെ സമീപിക്കുമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമിയിൽ നൽകിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ആ വാർത്തയിൽ ഇന്ന് സ്വർണ്ണ കപ്പ് ഇന്ന് എത്തുകയാണ്. സ്വർണ്ണക്കപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. അത് മാതൃഭൂമി എന്ന തലക്കെട്ടിനോട് ചേർന്ന് കാർട്ടൂണോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. തുറമുഖമണഞ്ഞു കലക്കപ്പൽ എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. തുറമുഖത്തേക്ക് കപ്പ് എത്തുന്ന ഒരു ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമിയിൽ നൽകിയിട്ടുള്ളത് കേരള ലോട്ടറി ഇതര സംസ്ഥാനങ്ങളിലേക്കും എന്നുള്ള വാർത്തയാണ്. അതായത് കേരള ഭാഗ്യക്കുറിയുടെ വിൽപ്പന ഇതര സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും നിയമവിധേയമാക്കും. സംസ്ഥാനങ്ങളെയും വിതരണ ഏജൻസിയെയും സർക്കാർ തീരുമാനിക്കും. 2005 കേരള പേപ്പർ ലോട്ടറി ചട്ടത്തിൽ ഭേദഗതി വരുത്തി വിജ്ഞാപനമിറക്കി എന്നുള്ളതാണ് വാർത്ത. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം എന്ന മാതൃഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത് സുഹൃത സ്മരണ എന്ന തലക്കെട്ടോടുകൂടി അന്തരിച്ച MD വാസുദേവൻ നായരുടെ കൊട്ടാരം റോഡിലെ വസതിയിലെത്തി ഭാര്യ കലാമണ്ഡലം സരസ്വതി, മകൾ അശ്വതി ശ്രീകാന്ത്, പേരക്കുട്ടി മാധവ് എന്നിവരെ ആശ്വസിപ്പിച്ച് മടങ്ങുന്ന മമ്മൂട്ടിയുടെ ചിത്രമാണ് അതിൽ നൽകിയിട്ടുള്ളത്. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് പുകവലി മഹാപരാധമോ, എന്തിനാണ് ജാമ്യമില്ലാ വകുപ്പ്, എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയാൻ, കുഞ്ഞീളം വാവേ, വലിക്ക് എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ, ദീപികയും ഇന്ന് പെരിയ ഇരട്ടക്കൊലക്കേസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പെരിയ ഇരട്ട കൊലപാതകം 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, പെരിയ വിധി എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം തടവ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ട്. എല്ലാവരുടെയും ചിത്രവും അതുപോലെ തന്നെ പേരുകളും നൽകിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി ദീപിക നൽകിയിട്ടുള്ളത് സ്വത്തവകാശം ഭരണഘടനാപരം എന്ന് സുപ്രീം കോടതി പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സ്വത്തവകാശം മനുഷ്യാവകാശവും ഭരണഘടനാപരമായ അവകാശവുമാണെന്ന് സുപ്രീം കോടതി. നിയമം അനുശാസിക്കുന്ന മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഒരാളുടെ സ്വത്ത് ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നും കോടതി വ്യക്തമാക്കി. 1978 ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശമാണെങ്കിലും ഭരണഘടനാ അനുച്ഛേദനം 300A പ്രകാരം ഇതൊരു ഭരണഘടനാപരമായ അവകാശമായി തുടരുന്നു എന്നുള്ളതാണ് വാർത്ത. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി ദീപിക ആദ്യ പേജിൽ ഏറ്റവും താഴെ നൽകിയിട്ടുള്ളത് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയേറ്റം എന്നുള്ളതാണ് വാർത്ത. ലഡാക്കിൽ പുതിയ കൗണ്ടികൾ രൂപവൽക്കരിക്കാൻ ചൈന എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല. ആദ്യ പേജിൽ താഴെ ഇടതുഭാഗത്തൊരു ചെറിയ കോളത്തിലാണ് നൽകിയിട്ടുള്ളത്. ലഡാക്കുമായി അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ ഹൊത്താനിൽ പുതിയ ഭരണ പ്രദേശങ്ങൾ രൂപവൽക്കരിക്കുവാനുള്ള ചൈനയുടെ നീക്കത്തിനെതിരായ പ്രതിഷേധവുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നു. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത ചൈനയിൽ വൈറസ് ജാഗ്രത എന്നുള്ള വാർത്തയാണ്. പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ദേശാഭിമാനി നൽകിയിട്ടില്ല. ആദ്യ പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതായത് ചൈനയിൽ വൈറസ് ജാഗ്രത എന്നുള്ള വാർത്ത, ലോകത്തെ പിടിച്ചുലച്ച കോവിഡ് വ്യാപനത്തിന് 5 വർഷം പിന്നിടവേ ചൈനയിൽ പുതിയ വൈറസ് വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. കോവിഡിനും ഫ്ലൂവിനും സമാന ലക്ഷണമുള്ള ഹ്യൂമൻ മെറ്റിന്യൂമോ വൈറസാണ്, അതായത് HMPV പടരുന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇതിലുള്ളത്.
ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആശങ്ക വേണ്ട എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ദേശാഭിമാനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത്. ന്യൂ പൂരം എന്നുള്ളതാണ് ആ സെഗ്മെന്റിന് അവർ നൽകിയിട്ടുള്ള പേര്. കലയൊഴുകും നില എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നിന്ന് തുടക്കം. സെൻട്രൽ സ്റ്റേഡിയത്തിലെ 1ാം വേദി MT നിലയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആർത്ത് പൊന്തട്ടെ എന്നുള്ളതാണ് ദേശാഭിമാനി ഇന്ന് നൽകിയിട്ടുള്ള ചിത്രത്തിന്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അസൽ കലസ്ഥാനമാണിപ്പോൾ തലസ്ഥാനം, എല്ലായിടത്തും കലയുടെ നിറഞ്ഞ വൈബ്. നഗര സൗന്ദര്യം ആസ്വദിക്കാൻ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ മേൽക്കൂരയിൽ യാത്ര ചെയ്യുന്നവർ നിയമസഭാ മന്ദിരത്തിന് മുന്നിലൂടെ കടന്നപ്പോൾ എന്നുള്ളതാണ് അതിന് നൽകിയിട്ടുള്ള തലക്കെട്ട്. എന്താണ് അങ്ങനെ ഒരു ചിത്രമായി നൽകിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അത് കാണാനെത്തിയവരുടെ ചിത്രമായിരിക്കണം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം മങ്ങുകില്ല നിറങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി മറ്റൊരു വാർത്തയും ആ കോളത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. സച്ചു സതീഷിന്റെ അടയാളാഭരണങ്ങൾ തുന്നിയത് സുവർണ നൂലാൽ മാത്രമല്ല, അമ്മയുടെയും വീടിൻ്റെയും വിയർപ്പിനാൽ കൂടിയാണ്. നിറം പകരാൻ പട്ടികവർഗ വികസന വകുപ്പും ഒപ്പമുണ്ടായപ്പോൾ അത് മങ്ങുകില്ലെന്ന് ജീവിതം കൊണ്ട് പറയുകയാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട കടുമേനി പട്ടികവർഗ ഉന്നതിയിലെ സച്ചു സതീഷും കുടുംബവും. ദുരന്തത്തിൽ മരിച്ചവരോട് അവഹേളനം. പത്തുമല ശ്മശാനത്തിനരികെ കക്കൂസ് മാലിന്യം തള്ളാൻ കോൺഗ്രസ് നേതാവിൻ്റെ ശ്രമം എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട വാർത്തയെ ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. മുണ്ടക്കായ് ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുതുമലയിലെ ശ്മശാനത്തിനരികെ കക്കൂസ് മാലിന്യം തള്ളാൻ കോൺഗ്രസ് നേതാവിൻ്റെ ശ്രമം. പൊഴുതന മണ്ഡലം പ്രസിഡന്റ് സെട്ടുക്കുന്ന് എബിൻ മുട്ടപ്പള്ളിയും സഹായി ഷാജിയുമാണ് വ്യാഴം രാത്രി 10ഓടെ 5000 ലിറ്ററിൻ്റെ 2 ബാരലുകളിൽ നിറച്ച മാലിന്യം ടിപ്പറുകളിൽ പുതുമലയിൽ എത്തിച്ചത്. 4 ലക്ഷം നൽകിയെന്ന് വീണ്ടും വെളിപ്പെടുത്തൽ കോഴ ബാലകൃഷ്ണന്റെ അറിവോടെ എന്നുള്ള മറ്റു പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നു ദേശാഭിമാനി. ഗോവൻ ഓൺലൈൻ ലോട്ടറിക്കെതിരെ കേരളം എന്നുള്ള വാർത്തക്കിടമുണ്ട് ദേശാഭിമാനിയിൽ. പെരിയ കേസ് 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം എന്നുള്ള വാർത്ത ഏറ്റവും താഴെ നൽകിയിരിക്കുകയാണ് ദേശാഭിമാനി. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വരൂ കരയിലലിയാം എന്നുള്ള വാർത്ത. അതിൽ നൃത്തം അവതരിപ്പിക്കുന്ന 2 പേർ ചിത്രം, ഒപ്പം ഒരു വിദേശിയുടെ ചിത്രവും നൽകിയിരിക്കുന്നു. 25 വേദികൾ, 15000 മത്സരാർത്ഥികൾ, 64000 ചതുരശ്ര അടിയിൽ പ്രധാന വേദി MT നില സെൻട്രൽ സ്റ്റേഡിയം. കളറാക്കാൻ കല കാടിറങ്ങി എന്നുള്ള തലക്കെട്ടോടുള്ള വാർത്ത. സ്വർണ്ണക്കപ്പുമായി നിൽക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ ചിത്രം. കേരള കൗമുദി ആദ്യ പേജ് മുഴുവനായി കലോത്സവത്തിൽ നൽകിയിരിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട പേജും കൂടി കേരള കൗമുദിക്കുണ്ട്. പെരിയ ഇരട്ടക്കൊല CPIMന് പ്രഹരം, 10 കുറ്റവാളികൾക്ക് ഇരട്ട ജീവപര്യന്തം. പെരിയ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു കേരള കൗമുദി. പുത്രപരാമർശം, ചെന്നിത്തലയെ പ്രൈവറ്റ് കമ്പനിയാക്കി വെള്ളാപ്പള്ളി. അതായത് രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനാണെന്ന G സുകുമാരൻ നായരുടെ പരാമർശം കടന്ന കൈയാണെന്നും ഇത് ചെന്നിത്തലയെ NSSന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കിയെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ പരാമർശം ചെന്നിത്തല അധികാരത്തിലെത്തിയാൽ NSSന്റെ സ്വകാര്യ സ്വത്താകുമെന്ന ആശങ്കയുണ്ടാക്കി അത് എന്ന വാർത്തയാണ് കേരള കൗമുദി നൽകുന്നത്. ഭൂമി ഏറ്റെടുക്കൽ, സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി, നഷ്ടപരിഹാരം വൈകിയാൽ മാർക്കറ്റ് വില നൽകണം എന്നുള്ള വാർത്ത ഇവിടെയും നൽകുന്നു, കേരള കൗമുദിയിലുമുണ്ട്. മന്ത്രി വീട്ടിലെത്തി ക്ഷണിച്ചു, ശില്പിയെത്തും സ്വർണ്ണക്കപ്പിൽ തൊടാൻ. ശില്പിയെ വീട്ടിലെത്തി ശിവൻകുട്ടി ക്ഷണിച്ചു എന്ന വാർത്ത കേരള കൗമുദി നൽകിയിരിക്കുന്നു. മലയാള മനോരമയിൽ ആദ്യ പേജ് മുഴുവനായി സംസ്ഥാന സ്കൂൾ കലോത്സവം നൽകുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം. അനന്തപുരം എന്നുള്ളതാണ് തലക്കെട്ട്. മറ്റു പ്രധാനപ്പെട്ട പേജ് കൂടി നൽകിയിരിക്കുന്നു. അതിൽ പെരിയ ഇരട്ടക്കൊല, 14 CPM പ്രവർത്തകർക്ക് ശിക്ഷ, അരുംകൊലയ്ക്ക് ജീവപര്യന്തം എന്നുള്ള തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ടൗൺഷിപ്പ് സ്പോൺസർമാരുമായി സർക്കാർ കരാറുണ്ടാക്കും എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മലയാള മനോരമ. കലോത്സവ പരാതികൾ പരിഹരിക്കാൻ ട്രിബ്യൂണൽ വേണം, സർക്കാരിന് മറുപടി തേടി ഹൈക്കോടതി. വന്ദേ ഭാരതിന് 20 കോച്ചുകൾ പുതിയ റേക്ക് എത്തി. സഹകരണ സംഘങ്ങൾക്ക് ഏകീകൃത സോഫ്റ്റ്വെയർ സ്വന്തമായി നിർമ്മിക്കാൻ സർക്കാർ തീരുമാനം എന്നുള്ള വാർത്തകൾക്ക് ഇടമേറെ നൽകുന്നു. മാധ്യമത്തിലേക്ക് വരുമ്പോൾ അനന്തപുരം എന്ന തലക്കെട്ടോടുകൂടി സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം നൽകി ചെറിയൊരു ലേഖനം അതിൽ നൽകിയിരിക്കുന്നു. പെരിയ ഇരട്ടക്കൊലയിൽ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം, ഇരട്ട ക്രൂരത ശിക്ഷ എന്നുള്ള തലക്കെട്ടാണ് അതിൽ നൽകിയിട്ടുള്ളത്. നിർമ്മത ബുദ്ധൻ എന്ന തലക്കെട്ടോടുകൂടി മാധ്യമത്തിൻ്റെ കാർട്ടൂൺ പരമ്പരയിൽ പെരിയ കേസ് CPM നേതാക്കൾ അന്വേഷിക്കാൻ സഹായിക്കുകയാണ് ചെയ്തത് MV ഗോവിന്ദൻ. ആ 2 ചെറുപ്പക്കാരോട് ചെയ്തത് രക്ഷാപ്രവർത്തനവും എന്നുള്ളതാണ് കാർട്ടൂൺ തലക്കെട്ട്. EPF പെൻഷൻ ഇനി ഏത് ബാങ്കിൽ നിന്നും പിൻവലിക്കാം എന്നുള്ള വാർത്തയും മാധ്യമത്തിൽ നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ പെരിയ ഇരട്ടക്കൊല കേസ് 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, CPM നേതാക്കൾക്ക് 5 വർഷം എന്നുള്ള
തലക്കെട്ടോടുകൂടി പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത ജന്മഭൂമി നൽകുന്നു. ഗുരുദേവന്റെ ആത്മീയ വശങ്ങൾ കേരളം വേണ്ട വിധം സ്വീകരിച്ചില്ല, PS ശ്രീധരൻപിള്ള എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. ഇനി 5 നാൾ കലാപൂരം എന്ന തലക്കെട്ടോടുകൂടി സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്ത. ഗുരുദേവ ദർശനം സനാതനധർമ്മം തന്നെ, സ്വാമി സച്ചിദാനന്ദൻ. സനാതനധർമ്മം സാർവത്രികമാകണമെന്നും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം അതിന്റെ മൂർത്തിമത് രൂപമാണെന്നും ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ജന്മഭൂമി. CPM അക്രമ രാഷ്ട്രീയത്തിന് തിരിച്ചടി, CPM അക്രമ രാഷ്ട്രീയത്തിന് തിരിച്ചടി എന്ന തലക്കെട്ടോടുകൂടി പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ജന്മഭൂമി. സുരക്ഷാ ജീവനക്കാരെ മാറ്റിയത് ഗവർണർ തടഞ്ഞു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ജന്മഭൂമി. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.